ഇത്ര നല്ലവനാം അലമലത്തിന് വന്നിരിക്കുകയാണ് രാവിലെ. ഇത്രയിൽ രുചിച്ചറിവാൻ ഇത്ര നല്ലവനാം പ്രിയനേ. യാതൊരു രാസവളവും ചേർക്കാത്ത പച്ചക്കറികളാണ് ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതി. ചെറിയ ഗ്രോ ബാഗുകൾ ഉൾപ്പെടെ ഏതുതരം ചെറിയ പാത്രം കിട്ടിയാലും അതിനകത്ത് എന്തെങ്കിലും ഒരു പച്ചക്കറി നടാൻ സാധ്യതയുണ്ട്. അത് വിളവെടുക്കുമ്പോഴാണ് ഇത്രയും ചെറിയ ഒരു പാത്രത്തിൽ നിന്നും ഇത്രയും നല്ല ഫലം ലഭിച്ചല്ലോ എന്ന് നമുക്ക് ബോധ്യമാകുന്നതും അതിശയിക്കുന്നതും. രുചികരമായ നല്ല തക്കാളിക്ക. ഇതാണ് നമ്മുടെ വളത്തിന്റെ സ്രോതസ്. വീട്ടിലെ മാലിന്യങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇത് എൻ്റെ ആധുനിക രീതിയിലുള്ള ചീര കൃഷിയും അതിനകത്ത് പാവൽ കൃഷിയുമാണ്. വളരെ നല്ലവണ്ണം വിളവ് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. കറിവേപ്പ് തഴച്ചു വളരാനുള്ള മാർഗവുമുണ്ട്. ഇത് ഗോവൻ പടത്തിരിക്കുന്ന സ്ഥലമാണ്. അതോടൊപ്പം ചേമ്പ്, കാച്ചിൽ, ചേന മുതലായവ അപ്പുറത്തെ സൈഡിൽ നട്ടിട്ടുണ്ട്. 4-5 കോഴികളെ ഇങ്ങനെ വീട്ടിൽ വളർത്താമെങ്കിൽ ചൈനീസ് മുട്ട, ആർട്ടിഫിഷ്യൽ മുട്ട ഒന്നും നമ്മൾ പേടിക്കണ്ട. അലങ്കാര ചെടികളൊക്കെ ഇങ്ങനെ വളർത്താൻ കഴിയും. ഒരു ചെറിയ പാത്രം പോലും ഉപയോഗശൂന്യമല്ല. ഇതിനകത്തൊക്കെ ഓരോ ചെറിയ സസ്യങ്ങൾ വളരുന്നുണ്ട്. മക്കളെയും നമ്മൾ ഇഷ്ടപ്പെടണം. അതിന് അല്പം സ്ഥലം വാർന്നിരിക്കണം. ഇത് വിത്തിന് വേണ്ടി ശേഖരിച്ചിരിക്കുന്ന പാവലിന്റെ അരികളും വെണ്ടയ്ക്കയും വഴുതനയുമാണ്. മാർഗദർശിയൊന്നും അല്ലെങ്കിൽ കൂടെ ഞങ്ങളൊന്ന് എല്ലാ ദിവസവും ഇങ്ങനെ അല്പസമയം നമ്മുടെ കൃഷിയിടത്ത് സമയം ചെലവഴിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യകരമായ രുചികരമായ പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ കഴിയും. ഇത് പഴയൊരു ട്രാവലിംഗ് ബാഗാണ്. ഇതിനകത്ത് നമുക്ക് കാണാൻ ഭംഗിയൊന്നുമില്ലെങ്കിലും കുറേ ദിവസം കഴിയുമ്പോൾ അതിലുള്ള ചെടികളും സസ്യങ്ങളും പച്ചക്കറിയൊക്കെ വളരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതൊരാപത്തിലും ഏതോ നേരത്തിലും എനിക്കെത്ര നല്ലവനാം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ ഒരു കൊടയും വീണ്ടും ഉപയോഗപ്പെടുത്തിയാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ